വിഷുവൊക്കെ പ്രമാണിച്ച് മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. നീളം വെക്കും, പക്ഷേ കട്ടി വയ്ക്കാത്തൊരു പ്രത്യേകതരം മുടിയാണ് കേട്ടോ എൻ്റെ. നല്ലോണം ഷൂന്നായിട്ടുണ്ട്. താഴെ ഒട്ടും മുടിയില്ല, മേലത്തൊട്ടേ മുടിയില്ല, പിന്നെ താഴെ അത്രയും കൂടി ഇല്ല കേട്ടോ. അപ്പോൾ കുറച്ച് വെട്ടാനായിട്ട് പോവാണ്. ഏട്ടൻ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയെന്ന് പറഞ്ഞിട്ട് അളവ് പറഞ്ഞു തരുവാണേ. അപ്പോൾ ഞാൻ വേഗം തന്നെ മുകളിലൊരു ടൈ ചെയ്ത് വെച്ചു, താഴെ ടൈ ചെയ്ത് വെച്ചു. ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ 2-3 ടൈ ഒക്കെ വേണം. എൻ്റെ പോലെയുള്ള കട്ടിയില്ലാത്ത മുടിയാണെങ്കിൽ 1-2 ടൈ ഒക്കെ തന്നെ ധാരാളം കേട്ടോ. ഞാൻ ആ ബണ്ണിട്ടിരിക്കുന്ന ഭാഗം വെച്ച് വെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നല്ല ഷോർട്ടാക്കി വെട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ നീട്ടി വളർത്തണം. അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഷോർട്ട് ഹെയർ എനിക്ക് ചേരുകയില്ല കേട്ടോ. ഞാൻ 2-3 തവണ വെട്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതുപോലെ ഒന്നും കെട്ടാനൊന്നും എനിക്കറിയില്ല, അങ്ങനെ കെട്ടി നടക്കില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഈ ഒരു അളവിന് തന്നെയാണ് വെട്ടാറ് കേട്ടോ. അപ്പോൾ ഏകദേശം വൃത്തിയായി എന്നാണ് എൻ്റെ ധാരണ. സ്ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അഴിച്ച് വരുമ്പോൾ ഇത് വേറെ ഷേപ്പിലാവുമോ എന്നുള്ളത് അറിയില്ല കേട്ടോ. ഇനി എങ്ങനെ ആയാലും ഇങ്ങനെ തന്നെ ഞാൻ നടക്കാൻ പോവാണ് കേട്ടോ. കാരണം ഇനി വെട്ടിക്കഴിഞ്ഞാൽ കയറിപ്പോകും. ഇനി ഫ്രണ്ടിലും കൂടി വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണേ. ഫ്രണ്ടിൽ വെട്ടിയിട്ട് മുടി ഷൂന്നായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് താഴോട്ട് നീണ്ട് വളരുന്നുമില്ല, അത് നേരെ കിടക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാകം എത്തുമ്പോൾ അതങ്ങനെ വെട്ടി വിടാറാണ് പതിവ്. കുറച്ച് മുടിയുള്ളൂ കേട്ടോ, ഫ്രണ്ടിൽ ഒട്ടും മുടിയില്ല. എന്തെങ്കിലും കാണിച്ച മുടി വളർത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ സലീംകുമാറിനെ പോലെ വകഞ്ഞ് നോക്കിയപ്പോൾ ശരിയായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിലേക്ക് ഇട്ട് നോക്കാം. ആദ്യമൊക്കെ പൊന്നു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവളായിരുന്നു എൻ്റെ മോഡൽ. മുടി കണ്ടെന്നുണ്ടെ വെട്ടി ഞാൻ ശരിക്കും പഠിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം എന്നെ ശരിക്കും അറിയാവുന്നത് കൊണ്ടും അവൾക്ക് കുറച്ച് ബുദ്ധി വെച്ചതുകൊണ്ടും അവളിപ്പോൾ എനിക്ക് മുടി തരാറേ ഇല്ല. അതുകൊണ്ട് എൻ്റെ സ്വന്തം മുടിയിലാണ് ഇമാതിരി പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. എന്തായാലും അവളായിരുന്നു എൻ്റെ പരീക്ഷണ കളരി. ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചത് അവളുടെ മുടിയിൽ നിന്നാണ്. എന്തായാലും ഞാൻ എൻ്റെ മുടി കൊണ്ടേ കുഴിച്ചിട്ടെ, നന്നായി വളരാൻ വേണ്ടിയിട്ട്.